കോളേജിലെ സയൻസിൻ്റെ ഭാഗമായിട്ട് ഒരു ലെയറിങ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് കവറിലാക്കാം. നമ്മൾ കട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കത്തി വാങ്ങിയിട്ട് അതുകൊണ്ടാണ് മുറിച്ചത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുള്ളത് കയ്യിൽ. ഇത് കണ്ടില്ല, നല്ല രീതിക്ക് തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഊരി വിടാം കേട്ടോ. കെട്ടിയത് ഊരി വിടാം. അപ്പോൾ ഇത് കിട്ടുന്നില്ല. ഇങ്ങനെ വേര് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മോസ് വെച്ചിട്ടാണ് കെട്ടിയത്. മോസ് എന്ന് പറയുന്ന ഒരു പായൽ വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇത് നല്ല അടിഭാഗം കുറച്ച് നമ്മൾ കയറ്റിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കവറിൽ വെക്കണമെങ്കിൽ ഈ 2-3 കമ്പ് കളയണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അത് മുറിച്ച് വിടുകയാണ്. ആ 2 കമ്പും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ണ് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കവറിൽ കെട്ടി കൊടുത്തിട്ടുള്ള മണ്ണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു തിണ്ടിലാണ് കൊട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേ കണ്ടില്ല, നല്ല കട്ടയായിരുന്നു മണ്ണ് കേട്ടോ. കാരണം നനഞ്ഞ മണ്ണാണ്, അതുകൊണ്ട് നല്ല കട്ടയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ നല്ല ചാണകപ്പൊടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വരുമ്പോൾ രാവിലെ തന്നെ കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചകിരിച്ചോറും അത് കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. വേറെ രാസവളമൊന്നും ചേർക്കുന്നില്ല. ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, നല്ല രീതിക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് ഇതാക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഗ്രോ ബാഗും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രോ ബാഗ് തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ ക്ലാസ്സിലെ ഫുൾ പിള്ളേരും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മൾ സംഭവം റെഡിയാക്കുന്നത്. അപ്പോൾ അതേ മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിറച്ചിട്ടുണ്ട്. നല്ല മണ്ണിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് ലെയർ ചെയ്യുമ്പോൾ കുറച്ച് മണ്ണ് അതിലുണ്ടാവുള്ളൂ. മണ്ണല്ല, മോസ് എന്ന് പറയുന്ന പാല് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മണ്ണിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെമ്പരത്തിയുടെ കൊമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പേരയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും വേര് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം മുറിക്കുന്നതിൻ്റെ അവിടെ മുറിച്ചതിന് ശേഷം ആ ഭാഗത്ത് കുറച്ച് ഫംഗസിനുള്ള എന്തെങ്കിലും മരുന്ന് തേച്ച് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ കൊമ്പ് ഫംഗസ് വന്ന് പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം ചെമ്പരത്തിയുടെ കൊമ്പാകൊണ്ട് വല്ലാതെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള രാസവളമൊന്നും ചേർത്തിട്ടില്ല, തേക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതേ കണ്ടില്ല, നന്നായിട്ട് നമ്മൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.